തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹതയെന്ന നിഗമനത്തിൽ പോലീസ്. ചോദ്യം ചെയ്യലിൽ മാതാപിതാക്കൾ പറഞ്ഞ മൊഴിയിൽ വൈരുദ്ധ്യം. കുഞ്ഞിന്റെ കൈക്കേറ്റ പൊട്ടൽ ഒരാഴ്ച മുമ്പ് സംഭവിച്ച പരിക്കാണെന്ന് മാതാപിതാക്കൾ. എന്നാൽ 3 ആഴ്ച മുമ്പാണ് പൊട്ടൽ ഉണ്ടായതെന്ന ഡോക്ടറുടെ നിർണായക മൊഴി. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഈ 1 വയസ്സുള്ള കുഞ്ഞിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാതാപിതാക്കളുടെ മൊഴിയിലടക്കം വൈരുദ്ധ്യമുണ്ട്. ഒപ്പം ഈ പരിശോധിച്ച ഡോക്ടറുടെ നിർണായക മൊഴി അടക്കം പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായും ആര്യേടയിലും നെയ്യാറ്റിൻകരയിൽ ഈ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ശനിയാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഏതായാലും അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ നിൽക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ കുഞ്ഞിന്റെ കൈക്ക് ഏറ്റ ഒരു പൊട്ടൽ, അതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത്. ഈ പൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ മാതാപിതാക്കൾ പറഞ്ഞത് ഇത് ഒരാഴ്ച മുൻപ് സംഭവിച്ച പരിക്കാണെന്നാണ്. പക്ഷെ 3 ആഴ്ച മുൻപാണ് ഈ പൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഡോക്ടറുടെ ഒരു നിർണായക മൊഴി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരക്കോണം CSI മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇത് സംബന്ധിച്ചുള്ള മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. അച്ഛനും അമ്മയും കുട്ടിയുടെ പരിക്കിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 2 തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത്. ഏതായാലും ഷിജിന് ഈ കുട്ടിയുടെ പിതാവിന് കുട്ടിയോട് താല്പര്യക്കുറവുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. FIR-ൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികഘട്ട പരിശോധനകളിൽ കൂടിയാണ് പോലീസ്.